ആ, ഇവിടെ തന്നെ ഉണ്ടല്ലേ? എനിക്കറിയായിരുന്നു ഇവിടെ തന്നെ കാണുമെന്ന്. കാരണം ഊരുവിലക്കിയിരിക്കല്ലേ ഭർത്താവ്. എത്ര വിലക്കിയാലും ഞാൻ നടത്തണമെന്ന് വിചാരിക്കുന്നതൊക്കെ നടത്തുന്നുണ്ട്. അതിനതേ ഈ മുറി മതി അവന്തികയ്ക്ക്. പുറത്തു പോണമെന്നില്ല. ഇന്ന് തന്നെ എന്തൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടാ ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് നിനക്കറിയോ? ഇന്നാണ് ഈ വീട്ടിലൊരു ബോംബ് പൊട്ടുന്ന ദിവസം. ബോംബ് പൊട്ടാനോ? ചേച്ചി കാര്യം തെളിച്ചു പറയും. അർച്ചന ഒരിക്കലും ഒരു അമ്മയാവില്ലെന്ന് എല്ലാവരും അറിയുന്ന ദിവസം ഇന്നാണ്. ചേച്ചി തന്നെ എല്ലാരോടും പറയാൻ പോവാണോ? ഏയ്, ഞാൻ എന്തിനു പറയണം? അത് പറയേണ്ടത് ഡോക്ടർ സന്ധ്യയും കേൾക്കേണ്ടത് സച്ചിയാണ്. സച്ചിയുടെയും അർച്ചനയുടെയും ജീവിതത്തിലേക്ക് സന്ധ്യ കത്തിച്ചെറിയുന്ന തീക്കൊള്ളി ആളി പടർത്തേണ്ടതാണ് എന്റെയും നിന്റെയും ജോലി. ആ സന്ധ്യനെ ഇത് പറഞ്ഞില്ലെങ്കിലോ? സച്ചിയിൽ നിന്നത് മറച്ചു വെച്ച? സന്ധ്യ മറച്ചു വെച്ചാലും ടെസ്റ്റ് റിപ്പോർട്ട് മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഇനി അങ്ങോട്ടുള്ള കഥ എന്താണെന്ന് ഞാൻ നിനക്ക് ചുരുക്കി പറഞ്ഞുതരാം. അച്ഛനാവില്ല എന്നറിയുന്ന സച്ചി അർച്ചനയിൽ നിന്നും മെല്ലെ അകന്നു തുടങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ അകറ്റും. ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും, പ്രത്യേകിച്ച് സേതുമാധവന്റെ വലിയ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാൻ കഴിയാത്തവൾ എന്ന പട്ടം നമ്മൾ അർച്ചനയ്ക്ക് ചാർത്തിക്കൊടുക്കും. പ്രസവിക്കില്ലെന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഒരു തവണയൊന്ന് കളിയാക്കിയാൽ തന്നെ ഏതൊരു പെണ്ണും തകർന്നു പോകുന്നൊരു കാര്യം അത്. നമ്മളത് അർച്ചനയോട് ഇടയ്ക്കിടയ്ക്ക് പറയും. എന്ത് സംസാരിച്ചാലും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തേണ്ടത് ആ ഒരു പോയിന്റിലായിരിക്കണം. അത് പറഞ്ഞവളെ മാനസികമായി തളർത്തണം. ഒരു തരത്തിലും സമാധാനം കൊടുക്കരുത്. അങ്ങനെ നിവർത്തികെട്ട് അർച്ചന ഈ വീട്ടിൽ നിന്ന് പോണം. വീട്ടിൽ നിന്ന് മാത്രമല്ല, സച്ചിയുടെയും നമ്മുടെയും ജീവിതത്തിൽ നിന്നും. പിന്നിവിടെ ആരുടെയും കൺവെട്ടത്ത് പോലും വരാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചോളാം. അപ്പോഴും നമ്മൾ മറക്കുന്നൊരു കാര്യമുണ്ട്. അർച്ചനയെ പുറത്താക്കുന്നതോടെ അവളുടെ ശല്യം തീർന്നാലും ആതിര ഇവിടെ തന്നെ തുടരുകയല്ലേ? അവളുടെ കാര്യം ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ. അതിനി പറയാൻ എന്തിരിക്കുന്നു? അവളുടെ ഗർഭത്തെ അർച്ചന തന്നെ അബോർഷൻ ചെയ്യുമല്ലോ. അതെ, അർച്ചന തന്നെ അത് ചെയ്തോളും. നമ്മളത് സ്ഥാപിക്കും. ആതിരയ്ക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അപകടവും അതുവഴിയുള്ള അബോർഷനും അർച്ചനയുടെ തലയിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കും. അർച്ചനയ്ക്ക് കുഞ്ഞുണ്ടാവാത്തന്റെ അമർഷവും അസൂയയും കാരണം അർച്ചന തന്നെയാണ് ആതിരയുടെ അബോർഷന് പിന്നിലെന്ന് നമ്മളെല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കും. അതോടെ എല്ലാത്തിനും പരിഹാരമായില്ലേ? ഓ, ചേച്ചിയുടെ ബുദ്ധി അപാരം തന്നെ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ഞാൻ ഈ മുറിയിൽ വെറുതെ ഇരിക്കല്ലാന്ന്. എന്നെ പൂട്ടിയിട്ടാലും എന്റെ ചിന്തകളെയും സാമർഥ്യത്തെയും പൂട്ടിയിടാൻ പറ്റില്ലല്ലോ. ഇവിടെ ഈ മുറിയിലിരുന്ന് ഞാൻ ഈ കുടുംബത്തെ നശിപ്പിക്കും. നീ കണ്ടോ ഇനി എന്തൊക്കെയാ നിന്റെ ചേച്ചി ചെയ്യാൻ പോകുന്നേന്ന്. ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ലല്ലോ മാഷെ. ഞാൻ നോക്കട്ടെ എന്താ പരിഹാരമെന്ന്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇരിക്കെ.
ഇതൊക്കെ കുഞ്ഞുങ്ങളില്ലാതെ കുറെ വർഷം ആയവർ ചെയ്യുന്ന ചെക്കപ്പാ. നിങ്ങളിപ്പോ അങ്ങനെയല്ലല്ലോ. കുറച്ചു നാള് കഴിഞ്ഞിട്ട് പോരെ? ഏയ്, അത് പോരാ ഡോക്ടർ. എന്തായാലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാവുന്ന ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പിന്റെ ആധാരം എൻ്റെ കൈ നോക്കിയിട്ട് അന്ന് കൈനോട്ടക്കാരൻ പറഞ്ഞത് തന്നെയാ. ഈശ്വരന്റെ തിരുനടയിൽ വെച്ച് ഈശ്വരൻ തന്നെ പറയിപ്പിച്ചതാന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ടെൻഷനും ഇല്ല. ഇനിയും ഇത് വൈകിപ്പിക്കണ്ട. ഏട്ടത്തി പറയുന്ന പോലെ എന്തെങ്കിലും ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ അത് നമുക്ക് വേഗം അങ്ങ് മാറ്റാവുന്നല്ലേ ഉള്ളൂ. നേരത്തെ അത് മാറ്റിയ അത്രയും നല്ലതല്ലേ? ഡോക്ടർക്ക് അറിയാലോ, ഞങ്ങളെപ്പോലെ തന്നെ കാത്തിരിക്കുന്ന ആളാ അച്ഛനും. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്ക് സന്ദീപിനൊരു കുഞ്ഞ്. സന്ദീപ് ആ ആഗ്രഹം അച്ഛന് സാധിച്ചു കൊടുക്കാൻ പോവാ. ഇനിയുള്ളത് ഞാനാ. വെറുതെ ഞങ്ങളായിട്ട് എന്തിനാ താമസിപ്പിക്കുന്നത്? എത്രയും വേഗം അച്ഛൻ്റെയും ഞങ്ങളുടെ ആ ആഗ്രഹം നടക്കണം. അതിനാ ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കൊരു കുഞ്ഞ്, അതിനെന്താണോ തടസ്സം അത് ഡോക്ടർ മാറ്റിത്തരണം. ഞാൻ ചോദിച്ചേ ഉള്ളൂ. നിങ്ങളുടെ ആവശ്യം പോലെ തന്നെ ചെയ്യാം. സച്ചി കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കാവോ? ശരി ഡോക്ടർ. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഇന്നത്തോടെ എല്ലാം ശരിയാവും. നീ ഇങ്ങനെ മുള്ളിന്റെ പുറത്ത് നിൽക്കുന്ന പോലെ നിന്നിട്ട് ഒരു കാര്യമില്ല കമലേ. ഇനി നമുക്കിതിലൊന്നും ചെയ്യാനില്ല. എങ്കിലും എത്ര പെട്ടെന്ന് മാഷ് സന്തോഷം എല്ലാം കിട്ടുപോയത്. എന്തിനാണാവോ ഈശ്വരൻ നമ്മളോട് ഇങ്ങനെ? നമ്മളോട് മാത്രമായിരിക്കില്ല, നമ്മളെപ്പോലെ ധാരാളം അച്ഛനമ്മമാര് ഇതുപോലെ വിഷമിക്കുന്നുണ്ടാവും. നമ്മുടെ വിഷമത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുള്ളൂ എന്ന് മാത്രം. സച്ചി അച്ചു ഇന്ന് സത്യാവസ്ഥ അറിയും. ഇനി ഈ വീട്ടിലേക്ക് നമ്മുടെ മോള് വരുന്നത് ഇപ്പൊ വന്ന പോലെ ആവില്ല. ഇനി അവളെ ഇത്ര സന്തോഷത്തോടെ കാണാനും ആവില്ല. കാരണം സച്ചി ഇന്നത്തോടെ അവളെ അവഗണിച്ചു തുടങ്ങും. ഒരച്ഛനാവണമെന്നുള്ളത് ഏതൊരു പുരുഷനെയും പോലെ സച്ചിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ആഗ്രഹം തകരുന്ന ദിവസമായിരുന്നു. അതിന് കാരണക്കാരി നമ്മുടെ മോളും. സച്ചി സേതുവിനെ അറിയിക്കുമ്പോ സേതുവിനും നമ്മുടെ മോളോട് ഇഷ്ടം കുറയും. അങ്ങനെ അവളെ അവിടെ നിർത്തണ്ട. നമുക്കിങ്ങ് കൂട്ടിക്കൊണ്ടുവരണം. പ്രസവിക്കാത്ത ഒരു പെണ്ണിനെ മറ്റാരും സ്വീകരിക്കില്ല. നമ്മുടെ കാലം കഴിയുന്നവരെ നമുക്ക് നോക്കാം അവിടെ. അത് കഴിഞ്ഞ അവക്ക് ഈശ്വരൻ ഉണ്ടാവും.
സച്ചേട്ടാ, ആ ഡോക്ടർ എന്ത് പറഞ്ഞു? ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. സച്ചേട്ടനോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. സച്ചേട്ടൻ ധൈര്യമായിട്ട് ചെല്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. ആ സച്ചിവ ഇരിക്കെ. അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? എങ്കിൽ പിന്നെ എന്റെ ചെക്കപ്പ് കൂടി കഴിഞ്ഞെങ്കിൽ സമാധാനമായനെ. അതിന്റെ ആവശ്യം ഇല്ല സച്ചി. ആവശ്യമില്ലേ? അതെന്താ? ഞാൻ പറയുന്ന കാര്യം സച്ചി ശ്രദ്ധയോടെയും പക്വതയോടെയും കേൾക്കണം. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ അമിത ആഗ്രഹവും അതിര് കവിഞ്ഞ പ്രതീക്ഷയും എന്നെ വല്ലാതെ തളർത്തുന്നുണ്ട്. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ? എന്താ പ്രശ്നം? സച്ചി, അത് അർച്ചന അർച്ചന ഒരിക്കലും ഗർഭിണിയാവില്ല സച്ചി. ഇത് നിങ്ങളോട് ഞാൻ എങ്ങനെ പറയുമെന്ന് കുറെ ആലോചിച്ചു. അതിന്റെ അവസാന അർച്ചനയോട് പറയാതെ സച്ചിയോട് പറയാന്ന് കരുതിയത്. ഞാനത് ഒളിച്ചു വെച്ചിട്ടും പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നി. സച്ചി എല്ലാം അറിഞ്ഞിരിക്കണം. ഡോക്ടർ, നമുക്ക് മറ്റെന്തെങ്കിലും ചികിത്സ ചെയ്താലോ? അല്ലെങ്കിൽ പുറത്ത് വേറെ രാജ്യത്ത് അവിടെ പോയി ട്രീറ്റ്മെന്റ് നടത്തിയാലോ? എന്തുവേണമെങ്കിലും ഞാൻ ചെയ്യാം. സച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഈ ലോകത്തിന്റെ എവിടെ പോയാലും ഏത് ഡോക്ടറെ കാണിച്ചാലും അവരെല്ലാം പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെയാവും. ഡോക്ടർ, മറ്റു പല കേസുകളെയും പോലെ ഞാൻ ഇതിനെ കാണുന്നില്ല, കാണാനും ആവില്ല. സത്യം സച്ചി മനസ്സിലാക്കി അംഗീകരിക്കണം. മനസ്സിനെ നിയന്ത്രിക്കുകയും വേണം. പല പേഷ്യന്റിനെയും കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് സച്ചിയോട് ഒന്നേ പറയാനുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് പല ദമ്പതികളും പിന്നീട് അകന്നു പോകാനിടയുണ്ട്. അതൊരിക്കലും നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത്. അതാണ് ഈ കാര്യം അർച്ചനയെ അറിയിക്കാതെ സച്ചിയോട് മാത്രം പറയുന്നത്. ഒരു കുഞ്ഞിനെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ആ പാവം. പെട്ടെന്ന് ഇതറിയുമ്പോ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡോക്ടർ, എനിക്കറിയാം സച്ചിക്കും ഇതിത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന്. എങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ. ഞാൻ അവളോട് കള്ളം പറഞ്ഞേ മതിയാവൂ. ഈ അവസ്ഥയിൽ ഒരു അമ്മയാവാൻ കഴിയില്ലെന്ന് അർച്ചനോട് നമ്മൾ എങ്ങനെ പറയും?
ഇത് സേതു അച്ഛനൊക്കെ അറിയുമ്പോ അവരും വല്ലാതെ തകർന്നു എന്ന് വരും. അതുകൊണ്ട് കുറെ കാലത്തേക്കെങ്കിലും ഇത് മറ്റാരും അറിയരുത്. ഏത് സാഹചര്യത്തിലും സച്ചി ധൈര്യം കാണിച്ചേ മതിയാവൂ. ഡോക്ടർ, ഞാൻ ഒരു തരത്തിലും ഒരകൽച്ച സച്ചിക്ക് അർച്ചനയോട് തോന്നരുത്. അവൾ അമ്മയാവില്ലെന്നും അവൾക്കൊരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യമില്ലെന്നും ഒരു കാരണവശാലും അർച്ചനയെ നമ്മൾ അറിയിക്കരുത്. ഇപ്പൊ ഞാനും സച്ചിയും അർച്ചനയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇത് അവളിൽ നിന്നും മറച്ചു വെക്കുക എന്നുള്ളത് മാത്രമാണ്. അർച്ചനയുടെ മനസ്സ് തകരുന്നതിനോടൊപ്പം സച്ചിയും അർച്ചനയും തമ്മിലുള്ള ബന്ധത്തിനും അത് വിള്ളൽ വീഴ്ത്തിയെന്ന് വരും. ഇല്ല ഡോക്ടർ, ഞാനായിട്ട് ഒരിക്കലും ഇക്കാര്യം അർച്ചന അറിയിക്കില്ല. ഞങ്ങൾക്ക് വിധിയില്ലാതായി പോയല്ലോ ഡോക്ടർ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാൻ തടസ്സമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. വേഗം താനൊരു അമ്മയാവൂന്ന് പറഞ്ഞു. ഇപ്പോഴൊന്ന് ശ്വാസം നേരെ വീണത്. എങ്കിൽ നമുക്ക് വേഗം പോവാൻ സച്ചേട്ടാ. ഈ സന്തോഷ വാർത്ത എല്ലാരും വേഗം അറിയിക്കണം നമുക്ക്. വാ. ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത്. ആഗ്രഹ സബലീകരണത്തിന് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അതങ്ങനെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അത്രമാത്രം ഞാനും സച്ചേട്ടനും അച്ഛനും ഒക്കെ പ്രാർത്ഥിച്ചില്ലായിരുന്നു. എന്തു പറ്റി സച്ചേട്ടാ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അർച്ചന ഒരിക്കലും ഗർഭിണിയാവില്ല സച്ചി. അയ്യോ സച്ചേട്ടാ! സച്ചേട്ടാ! എന്താ സച്ചേട്ടാ? സച്ചേട്ടൻ എന്താ പറ്റിയേ? പെട്ടെന്ന് ഒരു തലകറക്കം പോലെ. എങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോവാം. സച്ചേട്ടൻ ഇറങ്ങ. ഏയ്,
അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ ഓക്കെയാ.